ഞാൻ ചീട്ടിട്ട് എന്റെ അമ്മോ കാട്ടിൽ സുന്ദരിയുള്ള മോള് കൊള്ളാലത്. പുറകെ അവനും മഞ്ഞുണ്ട്. ബാപ്പ കുറെ നാൾ അമ്മയുടെ പുറകെ നടന്ന ഇപ്പൊ ഇതാ മകളുടെ പുറകെ അവനും. എടാ പിരിക്കുട്ടി ഒരു കൈ നോക്കടാ. വാട ഇവിടെ ഇരിക്കി. എടാ ഞാൻ ഒരു കൈ നോക്കാൻ അങ്ങോട്ട് പോണാണ്, അപ്പോഴാണ് ഇവിടെ ഒരു കൈ. ഒന്ന് പോടാപ്പാന്ന്. എടാ നീ അവിടെ പുറകിനെ മണപ്പിച്ച് ഉണപ്പിച്ച് നടക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അവസാനം ആ നായകനെ അവിടെ അടിച്ചോണ്ട് പോവുകയും ചെയ്യും. നിന്റെ ജീവിതം നീ എന്താ താമസിച്ചു വൈകിപ്പോയി സോറി. രണ്ടെണ്ണം കൂടി പടിഞ്ഞാറ്റേക്ക് വച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ രണ്ടും കൂടി കടപ്പുറം നാറ്റിക്കൊള്ളാൻ തോന്നുന്നത്. നാട്ടിച്ചാ പോട്ടേന്ന് നോക്കാം. അവൾ തള്ളനെ പോലെ കടപ്പുറം മുടിപ്പിക്കാണ്ടിരുന്നാ മതി. അവളിപ്പോ സിനിമയിൽ കയറാൻ വേണ്ടി നടക്കുവാണ്. 3 രൂപ കൊടുത്ത് ബസ്സിൽ കയറണ പോലെയാണ് ഈ സിനിമയിൽ കയറാൻ പോണത്. സിനിമയിൽ കയറണമെങ്കിൽ അനുഭവിക്കണം. എന്ത്? അല്ല, അഭിനയിക്കണമെന്ന് പറയുമായിരുന്നു. ഇതെല്ലാം ഒരു പോക്കായത്. ഇതേ നോക്കിക്കേ, കടലമ്മ എനിക്ക് കൊണ്ടു തന്നൊരു ചക്കയായത്, അല്ല ഒരു തേങ്ങയായത്. വേണ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ആർക്കും വെളുത്തമ്മനെ വിട്ടു കൊടുക്കുകയാണ്. അതറിയോ? അല്ലെങ്കിൽ എൻ്റെ നോട്ടത്തിന് എന്നാ ഒരു കുഴപ്പം? ഞാൻ അങ്ങോട്ട് നോക്കുന്നു, വെളുത്തമ്മ എന്നെ ഇങ്ങോട്ട് നോക്കുന്നു. ഞാനും വെളുത്തമ്മയെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കളിക്കുന്നത്. പക്ഷെ നമ്മൾ തമ്മിൽ അങ്ങനെ നോക്കി കളിച്ചോണ്ടിരിക്കുമ്പം വേറെ ആരും ഒളിഞ്ഞിരുന്ന് നമ്മുടെ നോട്ടം നോക്കാതെ ഇരുന്നാലും മതിയായിരുന്നു. പിരിക്കുട്ടിക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ? പിന്നെ ഇക്ക എന്നെ ആദ്യമായിട്ട് കണ്ടത് എവിടെ വെച്ചാണെന്ന് ഓർക്കുന്നുണ്ടോ? ആദ്യമായിട്ട് കണ്ടത് പിന്നെ ഒരു ചാകരക്കാണോ അതോ ഒരു ട്രോളിംഗ് സമയത്താണോ? ചാകരക്കാണോ ട്രോളിംഗ് സമയത്താണോ? ചാകരയ്ക്ക് തന്നെയാ. ചാകരയ്ക്ക് ഞാൻ ഇങ്ങനെ കടപ്പുറത്തോടെ തെണ്ടി തിരിഞ്ഞുകൊണ്ട് നടക്കുന്ന സമയത്ത്, അല്ല മറ്റേ കടപ്പുറത്തോടെ ഇങ്ങനെ വലയം പിടിച്ചോണ്ട് നടക്കുന്ന സമയത്ത് എന്റെ മുമ്പിൽ കൂടെ ഒരാവശ്യമില്ല ഒരു ഞണ്ടോടി. ഞാൻ വിട്ടുകൊടുക്കോ? ഞാൻ ഞണ്ടിന്റെ പുറകെ വെച്ചു കൊടുക്കും. അവിടെ ചെന്നപ്പോ ഞണ്ടൊരു കുഞ്ഞു പൊത്തിലേക്ക് ഒരു ഒറ്റ കയറി പോലെ കൈയിട്ട് നോക്കിയപ്പോഴത്തേനും കയ്യിൽ കടിച്ചു ഞണ്ട്. ഞാൻ വലിച്ചൂരി നോക്കിയപ്പോഴത്തേനും കൈയുടെ വിരലെങ്കിലും കടിച്ചു പിടിച്ച് തൂക്കി കിടക്കണ ഞണ്ട്. ഞാൻ എന്തായാലും ഞണ്ട് പിടിച്ച് കടിച്ചു കൊല്ലാൻ പോണേന്ന് പറഞ്ഞ് കാറിയപ്പേ ഓർക്കണ്ട. വെളുത്തമ്മ വന്നു വെച്ചാൽ ഒരു കരിങ്കല്ല് കൊണ്ടുവന്നിട്ട് ഞണ്ടിനെ ഇടിച്ചു കൊല്ലാൻ പോയത്, ഇടിച്ച് കൊന്ന്. പക്ഷെ ഞണ്ടിലല്ല അന്ന് കൊന്ന്, എന്റെ കയ്യാ ഇടിച്ച് കളിക്കിയത്. കണ്ടോ? ഇപ്പോഴും ആ അസു എന്റെ നെഞ്ചി കെട്ടിക്കിടക്കുക എന്റെ വെളുത്തമ്മ. അതിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടായില്ല അല്ലേ? ചിലപ്പോ വെളുത്ത ഞണ്ടായിരിക്കും കരിങ്കല്ലിന്റെ കൈ കൊണ്ട് ഇടിച്ച് കളിക്കല്ലേ, അതായിരിക്കും. കർണേട്ടാ, കർണേട്ട എന്നാ പറിക്കുവാ? അവനിവിടെ ആടിന് പുല്ല് പറിച്ചോണ്ടിരിക്കുക. നീ മിണ്ടരുത്. വെളുത്തമ്മയുടെ വളത്തച്ഛനായ വെളുത്തച്ഛന് വേണ്ടി കുറച്ച് പച്ചമരുന്ന് പറിക്കായിരുന്നു. ഈ തവളപ്പത്തെല്ലാം ചുമന്നുകൊണ്ട് ഇങ്ങനെ നടക്കേണ്ട വല്ല കാര്യമുണ്ടോ വെളുത്തമ്മ? എന്റെ വെളുത്തമ്മ, എനിക്ക് ഈ ഒറ്റമൂലിയിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ല. ചികിത്സ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുനാനി ചികിത്സ. സുനാമി അല്ല, യുനാനി. ഈ തേങ്ങ ഒന്ന് പിടിച്ചേ. അതായത് ഇത് കണ്ടോ, ഇതാണ് യുനാനി മൂക്കിപ്പൊടി. കണ്ടില്ലേ? അതായത് ഫോറസ്റ്റ് കമ്പിൾ. ഇത് പയ്യെ ഇങ്ങനെ ഇട്ടിട്ട് പതിയെ അടച്ചിങ്ങനെ ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ മടി വെച്ചതിന് ശേഷം പതിയെ എടുത്ത് മൂക്കിൽ വെച്ചിട്ട് ഇതുണ്ടോ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് പോയിക്കൊണ്ടിരിക്കും. അതാ പറഞ്ഞ് ചികിത്സ ചെയ്യുവാണെങ്കിൽ യുനാനി ചികിത്സ ചെയ്യണം. അവള് പറഞ്ഞ ശരിയാ, ഇത് യുനാനി അല്ല സുനാമിയാ. എന്റെ മകൻ പിരിക്കുട്ടിക്ക് ക്യാഷ് അയച്ചു കൊടുത്തിട്ട് ഒരു നയാ പൈസ പോലും വീട്ടിലേക്ക് അയക്കുന്നുമില്ല, ഇവനെ കാണുന്നുമില്ല. ഇവനെ ഞാൻ പിടിച്ചിട്ട് തന്നെ ബാക്കി തരും. എടാ പിരിക്കുട്ടി, എടാ പിരിക്കുട്ടി. പാപ്പ അവിടെ കിടന്ന് അലറാതെ. പാപ്പയെ ചതിച്ചവരോട് ഞാൻ പ്രതികാരം ചെയ്യുമോ, ഇത് തെളിയിക്കുകയും ചെയ്യും. ഞാൻ മരിച്ചെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായടാ പിരിക്കുട്ടി? ഞാൻ 5-8 പ്രാവശ്യം ചെമ്മീൻ സിനിമ കണ്ടതല്ല പാപ്പ. നോക്ക്, എങ്ങോട്ട് നോക്കാനാണ് പാപ്പ പറയണത്? കടപ്പുറംകാരൻ നിന്നെയും ചതിക്കും. ചെമ്പൻകുഞ്ഞിന് വള്ളവും മലയും മേടിക്കാൻ കാശ് കൊടുത്തപ്പോഴത്തേനും ബാപ്പാനെ ചെമ്പൻകുഞ്ഞ് കഴിച്ചില്ലേ? അതിന്റെയും കൂടി കാര്യം പറയാൻ വേണ്ടിയാണ് മോനെ ഞാനിവിടെ വന്നത്. കറുത്തമ്മയുടെ മോള് വെളുത്തമ്മേനെ ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ചിരിക്കും. അത് നടക്കില്ലടാ. എന്നിട്ട് വാപ്പാനെ ഞാൻ കമ്പി അടുപ്പിച്ചിരിക്കും. മോനെ പിരിക്കുട്ടി, എന്നെ പോലെ നീയും ഇങ്ങനെ ആവരുതടാ മോനെ പിരിക്കുട്ടി. എന്റെ വാപ്പ അവിടെ നിൽക്കാതെ പോ. കടൽക്കാറ്റടിച്ചു കഴിഞ്ഞ് പനി പിടിക്കും. പിന്നെ വാപ്പ പാടിക്കൊണ്ട് നടന്ന പാട്ടില്ലേ, അത് ഞാൻ പാടൂല. വേണേ ഹമ്മിങ്ങ എടുക്കാം. മാനസമൈനേ വരൂ, എന്റെ പട്ടി പാടും. കത്തുണ്ട്.
നോക്കിയേ ഇതെല്ലാം ഉണ്ട്. ഇതെന്നാ ആ അപ്പൊ പോട്ടെ. എന്റെ പടച്ചോനെ ഇതെന്നെ ഓണമായിട്ട് മറ്റേ റംസാന്റെ കണ്ടു വന്നേക്കട്ടെ. പോട്ടെ പോട്ടെ പോട്ടെ. അല്ല അതൊന്നും വെച്ചോ ഇവനെ കൊന്നനല്ലേ അവൻ. പോസ്റ്റ് എവിടുന്ന പപ്പേട്ട? പോസ്റ്റ് ഓഫീസ് നിന്നാ. അതല്ല, കത്ത് എവിടുന്നാന്ന്? ഒറ്റപ്പാലത്ത് നിന്നാ. എങ്കിൽ ഡയറക്ടർ അലോഹിതദാസിന്റെ കത്തായിരിക്കും. ആ ആർക്കറിയാം. കുട്ടിയുടെ കത്ത് കിട്ടി, കൂടെ ഫോട്ടോയും. നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടിയാ. ഇനി അഭിനയത്തിന്റെ കാര്യത്തിൽ കുട്ടി ഓക്കെ ആണെങ്കിൽ മറ്റൊരു സീതാ ജാസ്മിൻ ആവും. ഇല്ലെങ്കിൽ ഞാൻ ആക്കും. വർക്ക് തുടങ്ങുമ്പോൾ വിവരം അറിയിക്കാം. ക്യാമറ ടെസ്റ്റിൽ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിർത്തട്ടെ അലോഹിതദാസ്. ഈശ്വര, ഈ പടത്തിൽ നായികയായിട്ട് കിട്ടിയ കടലമ്മയ്ക്ക് ഒരു റോള് ഫിലിം തന്നേക്കാമേ.